ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? ശരി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഒരു ചാനലിൽ നിലവിൽ നമ്മളങ്ങനെ രേണുസുധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കിച്ചു തൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നുള്ളത് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് മൊത്തത്തിൽ കിച്ചു പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രേണു അമ്മയുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ല, രാത്രികളിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, 10 വയസ്സിനുള്ളിൽ 3 അമ്മമാർ, അച്ഛൻ എന്നെയും കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു, 3 വർഷം ഒരു മുറിയിൽ ഒറ്റപ്പെട്ടിരുന്നു, അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു, അച്ഛൻ പോയതോടെ എനിക്ക് ആരുമില്ലാതായി, ലഹരിക്ക് അടിമപ്പെടലും കൈ പിടിച്ചുയർത്തിയ കൂട്ടുകാരും. ഇതൊക്കെയാണ് ഈ ഒരു അരമണിക്കൂറോളമുള്ള ഈ ഒരു വീഡിയോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കിഷ ഒരു വീഡിയോക്കകത്തോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വിശദമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളോട്ട് നമുക്ക് വരാം. അതിനുശേഷം മനോരമ ഓൺലൈൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. കിച്ചുവിൻ്റെ ആദ്യ അമ്മ, രണ്ടാം അമ്മയായിട്ടുള്ള വീണസുധി, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന 3ാം അമ്മയായിട്ടുള്ള രേണുസുധി, ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായേക്കുന്ന ഒരു അവഗണന. ഓക്കെ, ഇപ്പം മരിച്ചുപോയൊരു വ്യക്തിയാണ് കൊല്ലം സുധി. ആ മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് പറയുന്നത് മോശമാണ് എന്നുള്ള എനിക്കറിയാം, എങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു വ്യക്തി ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഇവരെല്ലാവരും ഈ പേരൻസായിട്ട് വന്ന ആദ്യമ്മ, രണ്ടാനമ്മ, 3ാം ഇവർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കിച്ചുവിൻ്റെ ആ ഒരു ലൈഫ് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലെ സ്പോയിൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പല കുട്ടികളും ഇത്തരത്തിലെ പേരൻസിൻ്റെ ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അവർ തമ്മിലുള്ള അടി വഴക്ക്, പിന്നീട് ഡിവോഴ്സ് ആവുക, അടുത്ത കല്യാണം കഴിക്കുക, അവിടെയൊക്കെ കുട്ടികളെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. സീരിയസ്ലി അവർക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. അതും പേരിട്ട് എത്ര കാലം മുന്നോട്ട് ജീവിതത്തിൽ ഉടനീളം പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പല ആളുകളെയും ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് കിച്ചു എന്ന് പറയുന്നത്. കിച്ചുവിന് ഈ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് കൊടുത്തേക്കുന്ന ഒരു ട്രോമ, ഡിപ്രഷൻ, എൻ്റെ പൊന്നുമക്കളെ സമ്മതിച്ചേ പറ്റുള്ളൂ. ആൻഡ് കിച്ചു ഇവിടെ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശേഷം ഇത് വെച്ചിട്ട് നീ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അങ്ങനെയല്ലേ, ഇതൊക്കെ നാളെ ഞങ്ങൾ പുറത്തോട്ട് എടുത്തിടും, നീ പെടും, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവിന് പിന്നീട് അങ്ങനെ ഭീഷണികൾ വരുന്ന അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കിച്ചു പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ഈ ഭീഷണികളും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് പോയേക്കുന്ന ഇന്ന് കിച്ചുവിനെ കൊണ്ട് ഇതെല്ലാം തുറന്ന് സംസാരിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരാണ്? രേണുസുധിയാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് രേണുസുധി റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുധി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുധി, ഈ രേണുസുധി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. അതായത് രേണുസുധി എന്തോ അപരാധം ചെയ്തു എന്നുള്ള ആൾക്കാർ പറയുന്നു. കമന്റ് ബോക്സ് അത് നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ രേണുസുധി. ഇപ്പൊ കിച്ചു വന്നിട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണോ? അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ ബാധിക്കൂ. എന്താണ് ഈ ചില കാര്യങ്ങൾ? കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതാണോ, അതോ കിച്ചു പറഞ്ഞതാണോ നിങ്ങൾക്ക് ബാധിക്കുന്നത്? ഇപ്പൊ അതിൻ്റെ ഇടയ്ക്കും ഓക്കെ കമന്റിൽ ഇവർ ഇതൊക്കെ പറയുന്നു, അത് പറയും. ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനൊരു കാര്യം ഈ രീതിയിൽ വന്ന് പറയുന്നത്? കിച്ചു ഈ കാര്യങ്ങളൊക്കെ വന്ന് തുറന്ന് പറഞ്ഞതുകൊണ്ടാ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആ കാര്യങ്ങൾ? ദാസേട്ടൻ കോഴിക്കോടാണോ? പ്രതീഷാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണോ? എന്താണ് നിങ്ങളെ പിടിച്ചു വെക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ആൻഡ് നിങ്ങൾ ഇവർ ചെയ്യുന്ന വർക്കുകളൊന്നും അത് വേണ്ടാന്നോ അതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ പേരിൽ ഓൺലൈൻ മീഡിയാസിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കുറേ കാട്ടിക്കൂട്ടലുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതൊക്കെയാണോ നിങ്ങളെ പിടിച്ചു വെക്കുന്നത്? കിച്ചുവിനെ പറ്റിയിട്ട് നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര കിടിലുമായിട്ടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഇത് കിച്ചു അതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തുറന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു
ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ട് ഒന്ന് കോൾ ചെയ്തേക്കുന്നു. ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, രേണുസുതി യു ഡിസേർവ് ദിസ്, അത്രേ പറയാനുള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിലൊക്കെ വന്ന് നിന്ന് ഓരോ കാട്ടിക്കൂട്ടൽ കാണിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ 2 മക്കളുണ്ട്, അവർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പലതും ബാധിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊരു വർക്ക് ചെയ്യുന്നതോ കാര്യങ്ങൾക്കെല്ലാം കിച്ചൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തി, അതിലൊന്നും അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ പിന്നീട് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തിയിട്ട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ഞാനിനി ഒന്നും എടുത്തു പറയാനെ കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. അതെല്ലാം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് വിലയിരുത്തുക. നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നതല്ലേ, പക്ഷേ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കൂല എന്നുള്ളൊരു മട്ടിൽ നിങ്ങൾ വന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികളല്ലേ വീണ്ടും നിങ്ങളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഈ രീതിയിൽ നിങ്ങൾ വന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങളിത് പറയുന്നത് എത്രത്തോളം ജെനുവിനാണ് അല്ലെങ്കിൽ ഫേക്ക് ഡ്രാമയാണ്? കാരണം നിങ്ങൾക്ക് അത്രയും മാനസികമായിട്ട് സങ്കടം ഉണ്ടാവാനാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്രയോ വലിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് അത്രയും സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു എന്താ പറയുക, അബോർട്ട് ചെയ്ത് കളഞ്ഞു, ഇങ്ങനെ മറ്റൊരു ബന്ധം, അത് ഇത് കുറേ സാധനങ്ങളൊക്കെ പറയില്ല. നിങ്ങളുടെ ഈ സാധനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് രീതിയിലാണ് ഇതിനെയൊക്കെ എടുത്തതും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? പിന്നെ നിങ്ങളുടെ ശരീരഭാഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. നാണമെന്ന് പറയുന്നൊരു സാധനം 7 അലത്തൂടെ പോയിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ, പിന്നെ മനുഷ്യന്മാരാണ് ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ഇവരിപ്പം ഈ പറയുന്ന ജെനുവിനായിട്ട് ഇവരുടെ ഒരു സങ്കടം പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റുകൾ മനുഷ്യന്മാർക്ക് സംഭവിക്കും. അത് തിരുത്താൻ അവർ തയ്യാറാവുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അതിനെ ഞാൻ തള്ളിക്കളഞ്ഞോ ആ രീതിയിൽ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാരണം നിങ്ങൾ ആ ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടർ ചേർന്നുണ്ട് ആ ഒരു പയ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലോട്ട് അവനെ കൊണ്ടെത്തിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ മീഡിയാസിന് മുന്നിൽ എന്താണ് ഫേക്കായിട്ട് ഓക്കെ ഞങ്ങൾ അടിപൊളിയാണ് കിടിലമാണ് എന്നൊക്കെ പറയുമ്പോൾ എഗെയിൻ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ മുമ്പ് നമ്മളെ പല വീഡിയോയ്ക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്, കിച്ചു ഒന്ന് വാ തുറന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിൽ അല്ലേ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. രേണുസുതിക്കറിയാം, രേണുസുതായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന രേണുസിനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. യു ഡിസേർവ് ദിസ്, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഈ കാണിക്കുന്ന കണ്ണീര് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന ഇന്നലകളിൽ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചു, ആ മക്കളുടെ കാര്യം ആലോചിക്കണമായിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ റിയലൈസ് ചെയ്ത് ഇനി ഒരു പുതിയൊരു ആളായി അല്ലെങ്കിൽ അവർക്കൊരു ബെറ്റർ ഒരു അമ്മയായി മാറുക, അങ്ങനത്തെ പരിപാടികളിലോട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് വർക്കുകൾ പോയി ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ അങ്ങനെ ഒരു തിരുത്തലിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമൂഹം നിങ്ങളുടെ ഒപ്പം നിൽക്കും. പക്ഷേ ഒരാൾക്ക് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് തരത്തിലുള്ള ഒരു രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ആൾക്കാരിലോട്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കിച്ചു വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളോട്ട് നമുക്ക് പോവാം. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു, കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാൻ വന്നു, ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി, മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി, ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി, ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടാപ്പെടുത്താം. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ
ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ചാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും വിടത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതിയിൽ കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെയുള്ളൊരു ഒരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ ഒരു ഇതിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെയും ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക്. ഇവിടെ കിച്ചു രേണുസുധീനെ സംബോധന ചെയ്ത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോഴത്തെ അമ്മ ആയിട്ടുള്ള രേണു എന്നുള്ള രീതിയിൽ, ഇപ്പോഴത്തെ അമ്മ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ഇവർ ഈ മീഡിയയുടെ മുന്നിലൊക്കെ വന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, ഞങ്ങൾ എന്നും അത്രയും കോണ്ടാക്റ്റിലാണ്, ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരുപാട് ഗിമിക്ക് ഒരുമാതിരി ഡ്രാമകൾ ഇവർ ഇതിനകത്ത് കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനെ എല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് കിച്ചു ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ അമ്മ രേണു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് അവർക്കിടയിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു സ്നേഹം എന്നുള്ള ഇതിനകത്തോടെ നമുക്ക് മനസ്സിലാവും. ഇനി മുന്നോട്ട് കിച്ചു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം. ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക് അപ്പം മുതൽ പിന്നെ. എന്താണെങ്കിലും ഇവരുടെ കോട്ടയത്തെ വീട്ടിലോട്ട് പോയിട്ട് മുമ്പ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, അവിടെ എന്തുകൊണ്ട് കിച്ചു ആ ഒരു വീട്ടിൽ നിൽക്കുന്നില്ല, എന്തുകൊണ്ട് കൊല്ലത്ത് പോയി നിൽക്കുന്നു എന്നുള്ള പല വീഡിയോസിലും നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കാര്യം അവിടെ അവന് കംഫർട്ടബിൾ അല്ല, കാരണം അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതുപോലാണ് അല്ലേ. അതുകൊണ്ട് പിന്നീട് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അവൻ അങ്ങനെ ഒറ്റപ്പെട്ട് ഒന്ന് ആലോചിച്ച് ഒരു പയ്യൻ്റെ ജീവിതമല്ലേ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ചെറിയ പ്രായത്തിൽ ഇല്ലാണ്ടാക്കി കളയുന്നത്. ഇവരെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് എന്തൊക്കെയാ, ഇവരുടെ കുറച്ച് സന്തോഷങ്ങൾ, ഇവർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഇവർ നിൽക്കുന്നു. എന്നാൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അന്യരൊന്നും അല്ലല്ലോ. ഇപ്പം എൻ്റെ മോൻ, എൻ്റെ മകൻ എന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല രേണുസുധി. ആ മകൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കാനെ കൊണ്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ലേ രേണുസുധിക്ക്? അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. ഈ പല കുടുംബത്തിൽ ഇതുപോലെ കുറേ എണ്ണങ്ങൾ കാണും, ഇതുപോലെ ഊറ്റി ജീവിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങൾ. സീരിയസ്ലി പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ നിമിഷം അത് കട്ട് ചെയ്യുക. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വേണ്ട. സീരിയസ്ലി ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ഞാനങ്ങനെ എൻ്റെ ചുറ്റുപാട് ഞാൻ പല സംഭവങ്ങൾ ഇത് കണ്ടിട്ടുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്. ഞാനും ചെറുപ്പം തൊട്ടേ ഇതുപോലെ ചുറ്റുപാട് പല കാര്യങ്ങളും കണ്ടു വളർന്നു വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കും പല കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നെങ്കിൽ അവിടെ നിങ്ങൾ കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെ അടുപ്പിക്കരുത്. സീരിയസ്ലി അതുങ്ങളൊക്കെ ചാവാൻ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് മക്കളെ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കരുത്. കാരണം എന്താ, ഈ ആയ സമയത്തൊക്കെ ഇതുപോലെ വലിപ്പിച്ച് നടന്നതല്ലേ. അവസാനത്തെ സമയത്ത് വെള്ളം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. സീരിയസ്ലി ഞാൻ പറയാം, എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ബട്ട് എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, കുറേ എണ്ണങ്ങളുണ്ട്. അതുപോലെ ഈ തങ്കൻ, ഇങ്ങരുടെ രേണുസുധയുടെ അച്ഛനായിട്ടുള്ള തങ്കൻ, ഇവരുടെ പെങ്ങള്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഒരു പണിക്കും പോവില്ലേ. ഇങ്ങനെ ഇപ്പം ആ ഒരു വീട്ടിൽ ആദ്യ സമയങ്ങളിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ രേണുസുധയുടെ ചേച്ചി ഇവരെല്ലാം സകല ജിങ്കിടികളും എല്ലാം ഈ വീട്ടിനകത്ത് താമസം. പിന്നെ ഇത്രയും വിവാദമായതിനു ശേഷമാണ് അവർ സെപ്പറേറ്റ് ഒരു വാടക വീട് എടുത്ത് മാറിയത്. ഒരു ഉളുപ്പില്ലാത്ത ഇങ്ങനത്തെ കുറെ എണ്ണങ്ങൾ. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല.
പലരുടെ ലൈഫിൽ ഈ രീതിയിൽ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതുപോലെ ബാഡ് പേരൻറ്റിങ് ആൻഡ് ചുറ്റുപാട് ഈ രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒരൊറ്റപ്പെട്ട് പോകുന്നൊരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കിന് നമുക്ക് ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, ഇനി എന്ത് എന്നുള്ള ലൈഫ് എന്നുള്ളൊരു ചോദ്യചിഹ്നമൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മൾ എന്തിലെങ്കിലും ആശ്രയം പ്രാപിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനെ കൊണ്ട് ശ്രമിക്കും. അതിൽ കിച്ചു കണ്ടെത്തിയൊരു വഴി ഡ്രഗ്സ്, അതിലോട്ട് പോകാന്നുള്ള കിച്ചുവിനെ അത് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് തെറ്റു പറയേണ്ട ആരാണ്? ഈ കിച്ചുവിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനൊരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ, അവരാണ് ഇതിൻ്റെ തെറ്റുകാർ, അല്ലാതെ കിച്ചു അല്ല. ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന് ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കിച്ചുവിന് ഈ സോഷ്യൽ മീഡിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നെഗറ്റീവ് കമൻസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിൻ്റെ പേരിൽ വന്നതല്ല. ആക്ച്വലി ഫസ്റ്റ് രേണുസുതി പറയുന്ന കുറേ സാധനങ്ങൾ കാരണം അങ്ങനെ ഒരു ഹേറ്റ് ആണ് കിച്ചുവിലോട്ട് വന്നത്. പിന്നെ കിച്ചു ചെയ്യുന്ന ഏറ്റവും മൈന്യൂട്ട് സാധനത്തിൽ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് രേണുസുതിയോടുള്ള ആ ഒരു ഹേറ്റ് കൊണ്ട് തന്നെയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് രേണുസുതി ഹേറ്റേഴ്സ് ഇവിടെ ലൈക്ക് അടിക്കുന്ന പറഞ്ഞിട്ട് ആരും ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്, ഹൈലൈറ്റഡ് ആയിട്ട് ആ ഒരു കമൻറ്റ് കിടപ്പുണ്ട്. അതിനകത്ത് 1K പുറത്ത് ലൈക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു കമൻറ്റിന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രത്തോളം ആൾക്കാർക്ക് രേണുസുതിയുടെ അടുത്ത് ആ ഒരു വെറുപ്പ്, ദേഷ്യം ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിച്ചുവിൻ്റെ ഇതിനകത്തോട്ടും പോയിട്ടുണ്ട്. പിന്നീട് കിച്ചു പൊളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പിന്നീട് ലൈവിനകത്ത് എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി ഉള്ളൊരു രേണുസുതി കാരണമുള്ളൊരു ഹേറ്റ് കുറച്ചുകൂടെ ഫ്യൂവലപ്പ് ആവുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോലും കിച്ചുവിന് അങ്ങനെ ഒരു നെഗറ്റ് ഉണ്ടാക്കി കൊടുക്കാനെ കൊണ്ട് രേണുസുതി എന്ന് പറയുന്ന മഹത് വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിമനോഹരമായിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതുമില്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്കെന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ച് കഴിഞ്ഞാൽ അച്ഛനെ മോഹമൊക്കെയായിരുന്നു. എങ്ങനെ ഞാൻ ഇത് എനിക്കാണെങ്കിൽ അവിടെ കിച്ചുവിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ രണ്ടാനമ്മ വന്നപ്പോൾ ഉണ്ടായേക്കുന്ന വേദനകളോ അല്ലെങ്കിൽ മൂന്നാനമ്മ വന്നപ്പോൾ ഉണ്ടായേക്കുന്ന വേദനകളോ ഇതൊക്കെ തന്നെ ഒരേ രീതിയിൽ ഇതല്ലെങ്കിൽ അടുത്തത് ശരിയാകും എന്ന് വിചാരിച്ചിട്ട് കൊല്ലം സുധി അടുത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. കിച്ചും വിചാരിക്കുന്നു ഓക്കെ ഇതല്ലെങ്കിൽ അടുത്തത് ശരിയാകുന്നു. കിച്ചും വിചാരിക്കുന്നു ഒന്നും ശരിയായിട്ടില്ല. എന്നിട്ട് എങ്ങനെയടേ കിച്ചു ഇത്രയും നാൾ ഇത് സർവൈവ് ചെയ്ത് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കിച്ചുവിനെ. കാര്യം ആ ഒരു ഇവൻ വളർന്നു വന്ന് ഈ പ്രായത്തിലൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ പ്രായം കൂടുന്നവർ ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അനുഭവിച്ച് വന്നിട്ടുള്ളത് അല്ലേ? ഇവൻ അനുഭവിച്ചതിൻ്റെ 100-1 രേണുസുതി അനുഭവിച്ചിട്ടുണ്ടാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിൽ വേണം ഇതിനെ വിലയിരുത്താനെ കൊണ്ട്? അങ്ങനത്തെ ഇതായി ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഒരു കാര്യമില്ല. ഞാൻ കൊല്ലത്ത് ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോവുക. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങൾ. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വെച്ചാൽ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി പോയി. അവരും എല്ലാവരും ഇപ്പം എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. എന്താണെങ്കിലും ഇതൊരു വല്ലാത്തൊരു സ്റ്റോറി തന്നെയാണ്. ഇതെങ്ങനെ കടന്നു പോടാ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്.
സമ്മതിച്ചേ പറ്റുള്ളൂ കിച്ചുവിനെ. ആൻഡ് ഇത് കിച്ചുവിൻ്റെ മാത്രം ഒരു അനുഭവം കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ സ്റ്റിൽ ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ പലരും കഴിഞ്ഞു പോയ ആ ഒരു മോശപ്പെട്ട ദിവസങ്ങളെ പറ്റിയിട്ട് ആലോചിക്കാൻ നിൽക്കാറില്ല. പുതിയൊരു ലൈഫ് ഓരോ ദിവസം കഴിയുന്നവരും ഇന്നല്ലെങ്കിൽ നാളെ അടിപൊളിയായിട്ട് ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷയോടെ കഴിയുന്ന ആൾക്കാരെ കുറേ പേരുണ്ട്. കിച്ചു ലൈഫിൽ അടിപൊളിയായിട്ട് സംഭവിക്കടാ, അത് കഴിഞ്ഞു പോയി, അത് വിട്ടേക്കുക, ബെറ്റർ ലൈഫ് നിനക്ക് ഉണ്ടാവും. അതിൽ നീ അതിൻ്റെ വിശ്വാസം ഒന്നും കളയേണ്ട ഒരാവശ്യവും ഇല്ല. പേടിപ്പിക്കാൻ, എന്ത് പേടിപ്പിക്കാൻ, ആരെന്ത് പേടിപ്പിക്കാൻ? ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓക്കെ ഞാനത് ചെയ്തു, എൻ്റെ സാഹചര്യം ഇതായിരുന്നു, ഇത് അന്നേ പറഞ്ഞില്ലെങ്കിൽ ഇത്രയും നാൾ നീ വീർപ്പ് മുട്ടി ഇങ്ങനെ നിൽക്കേണ്ട ഒരാവശ്യകത ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പം ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ആ ഒരു വഴിയിലോട്ട് പോവില്ല, ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി എന്നൊക്കെ ഉള്ള ഒരു റിയലൈസേഷൻ അത് തുറന്നത് പറയുകയെ ഒക്കെ കിച്ചു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കിച്ചുവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, എടാ നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് നേടാൻ ഒരുപാടുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.